മാന്നർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 3 ഒരു പ്രശ്നം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു സോൾവ് ആയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യം 3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാളം വേർഷൻ നമ്മുടെ ലാലേട്ടനും ഹിന്ദി വേർഷനിൽ നമ്മുടെ അജയ് ദേവ്ഗനുമാണ് നായകനായിട്ട് അഭിനയിച്ചിരുന്നത്. അപ്പം ഹിന്ദി വേർഷൻ മലയാളം വേർഷൻ തമ്മിലുള്ളൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി വേർഷനിലുള്ള അവർ പറഞ്ഞിരുന്നത് അവർക്ക് ഈ ഒരു സിനിമ ഫസ്റ്റ് തന്നെ അവർക്കായിരിക്കണം റിലീസാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു കണ്ടന്റ് അവരുടെ, അതായത് ഹിന്ദിയിൽ നിന്ന് തന്നെ ആ ഒരു കണ്ടന്റ് ഫസ്റ്റ് വെളിയിൽ വരണം എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനവർ കാരണമായിട്ട് പറഞ്ഞത് വേറൊന്നുമല്ല, ഹിന്ദി കാരണമാണ്. അതായത് ഹിന്ദിയിൽ ഈ സിനിമ റിലീസായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടാൻ കാരണമെന്ന് അവർ പറഞ്ഞു. അപ്പം നമ്മൾ അത് തൊട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്കറിയാം ആ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ. അത് തന്നെയല്ല, അവർ ആ ഒരു സിനിമ റീമേക്ക് ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആ ഒരു സിനിമ അത്രയ്ക്ക് വലിയൊരു ചലനം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു സിനിമ ഇപ്പം നമ്മുടെ ലാലേട്ടൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അത്ര ഒരു റേഞ്ച് കിട്ടിയത്. അതുകൊണ്ടാണ് അവരും അത് റീമേക്ക് ചെയ്തത്. അത് മറച്ചു വെച്ചിട്ടുള്ള രീതിക്കാണ് അവർ ഈ ഒരു കാര്യം സംസാരിച്ചത്. അപ്പം ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദി വേർഷൻ ആദ്യം പുറത്തിറക്കണമോ മലയാളം വേർഷൻ പുറത്തിറക്കണമോ എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ നമ്മുടെ ജിത്തു ജോസഫ് ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ മുതലാണെങ്കിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശീർവാദത്തിൻ്റെ ഭാഗത്തുനിന്ന് ആശീർവാദ് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി വേർഷൻ ഒരിക്കലും അങ്ങനെ കൊടുക്കത്തില്ല, മലയാളം വേർഷനിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ കണ്ടന്റ് ഫസ്റ്റ് പുറത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ 3 മാസം മലയാളം വേർഷൻ റിലീസായി 3 മാസം കഴിഞ്ഞതിന് ശേഷമേ ഇപ്പം ഹിന്ദി വേർഷനിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും ഭയങ്കര ബോൾഡായിട്ടുള്ള രീതിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിൽ ഈ ഒരു സിനിമ റിലീസായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വരവേൽപ്പും കാര്യങ്ങളും എല്ലാം കിട്ടിയത്. അതും നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു സിനിമ എത്രയോ വേർഷനിൽ ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. തമിഴിൽ കമൽഹാസൻ ഉൾപ്പെടെ വലിയ വലിയ വേറെ നടന്മാരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടൻ ചെയ്ത് അത്രയും നാച്ചുറലായിട്ട് വേറൊരാൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അവരുടെ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അദ്ദേഹം ചെയ്തു വെച്ചതുപോലെ അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു സംഭവമാണ്. അപ്പം ഇങ്ങനെയാണ് സംഭവം. എന്തായാലും നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ ഫസ്റ്റ് റിലീസാകുന്നത്. അതിന് ശേഷം 3 മാസം കഴിഞ്ഞ് മാത്രമേ ഈ ഒരു സിനിമ ഹിന്ദിയിലോട്ടൊക്കെ പോകാനും സാധ്യതയുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവത്തിനൊരു നല്ലൊരു തീരുമാനമായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിനിമയാണിത്. അത് നമ്മുടെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ റീമേക്ക് ചെയ്തതാണ്. അല്ലാതെ ഇത് വേറൊരുത്തരുടെ സ്വത്തായിട്ടുള്ള സംഭവമല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് അജയ് ദേവഗൻ്റെ വേർഷനാണോ അതോ നമ്മുടെ ലാലേട്ടൻ ചെയ്ത വേർഷനാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.